എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളിയേ. എന്റെ ബലഹീന നേരങ്ങളിൽ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളിയേ എന്ന് പറയുമ്പോൾ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ. ചെറുത് പണമോ, നിറയണമേ, 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 പരിശുദ്ധാത്മാവേ. ഒന്ന് പറയാം, എന്നെ തോളിൽ, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയായി, ഓ തുണയാകും കൂട്ടാളിയേ. എന്റെ ബലഹീന നേരങ്ങളിൽ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളിയേ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ തോളിൽ ചുമക്കുന്നൊരു സാന്നിധ്യം, എന്നെ മാർവോട് അണയ്ക്കുന്നൊരു സാന്നിധ്യം, എൻ്റെ ബലഹീന നേരങ്ങളിൽ എന്നും തുണയായി എൻ്റെ കൂട്ടാളിയായി ഇരിക്കുന്ന നല്ല കർത്താവ്. ആ പരിശുദ്ധാത്മാവ് എത്ര പേർക്ക് ഇന്ന് പറയുന്നത് നിറയണമേ, ആ പരിശുദ്ധാത്മാവ് അങ്ങേ ഒന്ന് നിറയണമേ. ഹല്ലേലൂയ. ലോകം പലകച്ചാലും എന്നെ പകയ്ക്കാത്തൊരു നല്ല സ്നേഹിതനുണ്ട്. ആരൊക്കെ നമ്മെ മാറിയാലും നമ്മെ മാറാത്തൊരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകൽ നമുക്ക് തനിച്ചൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കഴിയത്തില്ല കർത്താവേ. അങ്ങനെ ഉറപ്പുള്ളവർ എല്ലാ കണ്ണുകളും അടച്ച് ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പറയാമോ? താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടച്ച് ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ തരങ്ങളും തുറന്ന് അന്യഭാഷകൾ സ്തുതിക്കുവാൻ കഴിയുന്ന അന്യഭാഷകളിൽ എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ. ചെന്ന് പണമോ, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളിയേ, തുണയാകും കൂട്ടാളിയേ. എന്റെ ബലഹീന നേരങ്ങളിൽ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും, തുണയാകും കൂട്ടാളിയേ. ആ കരങ്ങൾ ഉയർത്തിപ്പെടാമോ? നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. രണ്ട്
കരങ്ങൾ ഉയർത്തി പാടാമോ? നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടി നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, എന്നെ തോളിൽ ചുമക്കുന്ന, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാറോടണയ്ക്കുന്ന സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് പാടി. എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ മാറോടണയ്ക്കുന്ന സാന്നിധ്യമേ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളിയെ, തുണയാകും കൂട്ടാളിയെ, എന്റെ ബലഹീന നേരങ്ങളിൽ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും, തുണയാകും കൂട്ടാളി. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പാടാമോ? നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, കരങ്ങൾ ഉയർത്തി നിറയണമേ, ഓ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഒന്ന് പറയാമോ? ഞാൻ ക്ഷീണിതനാകും നേരങ്ങളിൽ, ഞാൻ ക്ഷീണിതനാകും നേരങ്ങളിൽ എന്നെ താങ്ങി നടത്തും ഭുജബലമേ, ഞാൻ താളടിയായി പോയിടാതെ എന്നെ ചേർത്തു പിടിക്കും കരതലമേ. ചേർന്ന് പാടാമോ? ഞാൻ ക്ഷീണിതനാകും, ഞാൻ ക്ഷീണിതനാകും നേരങ്ങളിൽ എന്നെ താങ്ങി നടത്തും, എന്നെ താങ്ങി നടത്തും ഭുജബലമേ, ഞാൻ താളടി, ഞാൻ താളടിയായി പോയിടാതെ എന്നെ ചേർത്ത് പിടിക്കും, എന്നെ ചേർത്തു പിടിക്കും കരതലമേ. ആ വിരലിൽ ഒന്ന്, ആ വിരലിൽ പിടിച്ചോട്ടെ ഞാൻ, ആ വിരലിൽ മറഞ്ഞു ഇരുന്നോട്ടെ ഞാൻ, ആ വിരലിൽ പിടിച്ചു നടന്നോട്ടെ ഞാൻ, ആ വിരലിൽ മറഞ്ഞു ഇരുന്നോ. പറയാമോ? കൊതിയാണേ, 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 അഭിഷേകം ചെയ്യണമേ. പറയാമോ? കൊതിയാണേ, കൊതിയാണേ, അഭിഷേകം ചെയ്യണമേ. തനിച്ചെനിക്കൊന്നും ആവതില്ലേ, തനിച്ചെനിക്കൊന്നും ആവതില്ലേ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നിറയണമേ, എല്ലാ കരങ്ങളും ഉയർത്തി പാടാമോ? നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ. ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പാടാമോ? നിറയണമേ, 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 പരിശുദ്ധ. എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യമേ,
എന്നെ മാറോടണയ്ക്കുന്ന ഇത് പകൽ ഉറപ്പുള്ളവർ മാത്രം ചേർന്ന് എന്നെ തോളിൽ ചുമക്കുന്ന ആ സാന്നിധ്യം വരവേറ്റുകൊണ്ട് ഓ എന്നെ മാറോടണയ്ക്കുന്ന സാന്നിധ്യമേ എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും തുണയാകും കൂട്ടാളി എന്റെ ബലഹീന നേരങ്ങളിൽ എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളി. അതുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി പണവ് നിറയണമേ നിറയണമേ നിറയണം നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധ നിറയണമേ നിറയണമേ എല്ലാ കരങ്ങളും ഉയർത്തി നിറയണമേ പരിശുദ്ധാത്മാവേ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണം. എല്ലാ കരങ്ങളും ഉയർന്നില്ല. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യണം? നിറയ്ക്കണം. ഹല്ലേലൂയ. ക്ഷീണിതനാകും നേരങ്ങളിലും എന്നെ താങ്ങി നടത്തുന്നൊരു കരമുണ്ട്. ഞാൻ താളടിയായി പോയിടാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കരതലമുണ്ട്. ഇന്ന് പകൽ ആ വിരലിലൊന്ന് പിടിച്ച് നടക്കുവാൻ, ആ നിഴലിലൊന്ന് മറഞ്ഞിരിക്കുവാൻ എത്ര പേരെ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിനെ ആരാധിക്കും. സ്തോത്രം. നിങ്ങൾ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് സന്തോഷം കാണും, ഇല്ലേ? നമ്മൾ ആരെയെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അദ്ദേഹം നമ്മൾ ആ ചടങ്ങിൽ, അല്ലെങ്കിൽ ഉദാഹരണം പറയാം, നമ്മുടെ ബിനു പാസ്റ്റർ അറിയാം. ബിനു പാസ്റ്റർ സ്തോത്രം ഒത്തിരി തിരക്കുള്ളൊരു മനുഷ്യനാണ്. സ്തോത്രം നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ മകളുടെയോ മകൻ്റെയോ സ്തോത്രം വിവാഹത്തിന് നമ്മൾ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ ഹല്ലേലൂയ തിരക്കുള്ള മനുഷ്യനായതുകൊണ്ട് എന്ത് ചെയ്യില്ല, ചിലപ്പം വരാൻ സാധിക്കത്തില്ല. രാമൻ പറഞ്ഞ് വരാൻ സാധിക്കാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിഷമമാകും, അല്ലേ? വിഷമം. അയ്യോ, എങ്കിലും ദേവദാസൻ അല്ലേ പാസ്റ്റർ നമ്മൾ എന്ത് ചെയ്തില്ല, മകളുടെ വിവാഹത്തിനോ വന്നില്ല എന്ന് പറയും. നമുക്ക് എന്തായിരിക്കും? പക്ഷെ മറിച്ച് സ്തോത്രം അദ്ദേഹത്തിൻ്റെ കാർ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വരികയാണെങ്കിൽ എന്തായിരിക്കും? സന്തോഷമായിരിക്കും, അല്ലേ? സന്തോഷമായിരിക്കും. സ്തോത്രം. അങ്ങനെ അതുപോലെയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവം എന്ത് ചെയ്യും? സന്തോഷമായിരിക്കും. നമ്മളൊരാളെ ക്ഷണിച്ച് വരുത്തുമ്പോൾ വരാതിരിഞ്ഞു കഴിഞ്ഞാൽ വിഷമമാകും, വന്നു കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെ സന്തോഷം അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് ഓ കൊതിയാണേ കൊതിയാണേ അഭിഷേകം ചെയ്യണമേ. പറയാമോ? കൊതിയാണേ കൊതിയാണേ അഭിഷേകം ചെയ്യണമേ. തനിച്ചെനിക്കൊന്നും ആവതില്ലേ, തനിച്ചെനിക്കൊന്നും ആവതില്ലേ. പറയാമോ? നിറയണമേ. പറയാമോ? നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ലോകം പകച്ചാലും എന്നെ പകയ്ക്കാത്തൊരു നല്ല സ്നേഹിതനുണ്ട്. അമ്മ പറഞ്ഞില്ല, ആരൊക്കെ നമ്മെ മറന്നാലും നമ്മെ മറക്കാത്തൊരു മറവിടമുണ്ട്. കൊതിയോടെ വരുന്നേ, കുറവൊന്നും നോക്കരുത്. ഇന്ന് പകൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മ ഓടി വന്ന്, എങ്ങനെയാ വന്നത്? കൊതിയോടെ വന്നു. പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേര് കരം കൊടുത്തിട്ട് പറ, കൊതിയോടെ നമ്മൾ വന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ കുറവൊന്നും എന്ത് ചെയ്യത്തില്ല, കർത്താവ് നോക്കത്തില്ല. എന്തേലും കുറവും തെറ്റുകളും ഉണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ക്ഷമിക്കും. ആ കുറവ് നോക്കാതെ ഹല്ലേലൂയ നമ്മോട് കൂടെ വസിക്കുന്നൊരു നല്ല കർത്താവ്. ഈ ലാസർ മരിച്ച സമയത്ത് തൻ്റെ സഹോദരിമാർ കർത്താവിനെ എന്ത് ചെയ്തു? അറിയിച്ചു. പക്ഷെ യേശു എന്ത് ചെയ്തില്ല? വന്നില്ല. അപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് എന്തുണ്ടായിരുന്നു? വിഷമമായിരുന്നു. കാരണം ലാസറും യേശുവും ഭയങ്കര ക്ലോസ് ആയിരുന്നു.
അല്ലേ? അവര് സ്നേഹിതന്മാരായിരുന്നു. എന്നിട്ട് സഹോദരിമാർ പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? യേശു വന്നില്ല. പക്ഷെ യേശു വന്നിട്ട് എന്ത് ചെയ്തു? കല്ലറയ്ക്ക് ചെന്നിട്ട് സ്തോത്രം ലാസർ എന്ത് ചെയ്യുക? പുറത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഈ കെട്ടിയത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, കെട്ടിയവർ തന്നെ എന്ത് ചെയ്യണം? അഴിക്കണം. അഴിക്കുമ്പോൾ ദൈവപ്രവൃത്തികൾ നടക്കും. അല്ലെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കിരിക്കുന്ന ഒരു കെട്ടുണ്ട്, സ്തുതിക്കാതിരിക്കുന്ന ഒരു കെട്ടുണ്ട്, വിടുവിക്കാതിരിക്കുന്ന ഒരു കെട്ടുണ്ട്, സൗഖ്യം വരാത്തതിനൊരു കെട്ടുണ്ട്. ആ കെട്ട ആരാണോ കെട്ടിയത് അവർ തന്നെ ഇന്ന് പകൽ അഴിക്കണം. അഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചെന്ത് ചെയ്യും? ഇന്ന് പകൽ എത്ര പേര് വരും? കൊതിയോടെ വരുന്നേ ഞാൻ, കുറവൊന്നും നോക്കരുതേ. പറയാമോ? കൊതിയോടെ വരുന്നേ ഞാൻ, കുറവൊന്നും നോക്കരുതേ. തനിച്ചെനിക്കൊന്നും ആവതില്ലേ, തനിച്ചെനിക്കൊന്നും ആവതില്ലേ. ആ കരങ്ങൾ ഉയർത്തി നിറയണമേ, നിറയണമേ. എല്ലാ കരങ്ങളും ഉയർത്തി നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ. എല്ലാ കരങ്ങളും ഉയർത്തി പാടാമോ? നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്നെ തോളിൽ ചുമക്കുന്ന, എന്നെ തോളിൽ ചുമക്കുന്ന ആ സാന്നിധ്യമേ എന്നെ മാർവോട്, എന്നെ മാർവോട്. എല്ലാ കണ്ണുകളും അടച്ചു ചേർന്ന് പാടാമോ? എന്നെ തോളിൽ, എന്നെ തോളിൽ ചുമക്കുന്ന സാന്നിധ്യം, എന്നെ മാർവോടണയ്ക്കുന്ന സാന്നിധ്യമേ. എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളിയേ, തുണയാകും കൂട്ടാളിയേ. എന്റെ ബലഹീന നേരങ്ങളിൽ, എന്റെ ബലഹീന നേരങ്ങളിൽ തുണയാകും കൂട്ടാളി. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പാടാമോ? നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധ. ലോകം പകച്ചാലും എന്നെ പകയ്ക്കാത്ത, ലോകം പകച്ചാലും എന്നെ പകയ്ക്കാത്ത ഒരു നല്ല സ്നേഹി ഇതനെ. ആരു മറന്നാലും, ആരു മറന്നാലും എന്നെ മറക്കാത്ത മാറാത്ത മറവിടമേ. ലോകം പകച്ചാലും ചെന്നണമോ, ലോകം പകച്ചാലും എന്നെ പകയ്ക്കാത്ത ഒരു നല്ല സ്നേഹി ഇതനെ. ആരു മറന്നാലും, ആരു മറന്നാലും എന്നെ മറക്കാത്ത മാറാത്ത മറവിടമേ. കൊതിയോടെ വരുന്നേ, കൊതിയോടെ വരുന്നേ ഞാൻ, കുറവൊന്നും നോക്കരുതേ. കൊതിയോടെ, കൊതിയോ അങ്ങനെ കൊതിയോടെ വന്നുള്ളവർ ചേർന്ന് ശബ്ദമുയർത്തി, തരുവൊന്നും നോക്കരുതേ, തനിച്ചെനിക്കൊന്നും ആവതില്ലേ, തനിച്ചെനിക്കൊന്നും ആവതില്ലേ. അതുകൊണ്ട് നിറയണമേ, നിറയണമേ. അക്കരങ്ങളെ ഉയർത്തി നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ. ആ രണ്ട് കരങ്ങൾ ഉയർത്തി പാടവ്. നിറയണമേ, 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 നിറയണമേ. പകൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം നിറയ്ക്കണമേ.
ഒരു അന്ത്യകാല അഭിഷേകത്തിനായി, ഒരു അന്ത്യകാല ഉണർവിനായി ഇന്ന് പകൽ അഭിഷേകത്തെ നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ രണ്ട് കരങ്ങൾ ഉയർത്തി നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി പാടാമോ? ഞാൻ ക്ഷീണിതനാകും, ഞാൻ ക്ഷീണിതനാകും നേരങ്ങളിൽ എന്നെ താങ്ങി നടത്തും, എന്നെ താങ്ങി നടത്തും ഭുജബലമേ. ഞാൻ താഴടിയായി പോയിടാതെ എന്നെ ചേർത്ത് പിടിക്കും, എന്നെ ചേർത്ത് പിടിക്കും കരതലമേ. എന്നെ ക്ഷീണിതനാകും, ഞാൻ ക്ഷീണിതനാകും നേരങ്ങളിൽ എന്നെ താങ്ങി നടത്തും, എന്നെ താങ്ങി ഇന്ന് പകലങ്ങൾ ഉറപ്പുള്ളവർ എന്നെ താങ്ങി നടത്തുന്ന ഒരു ഭുജബലമുണ്ട്. ഞാൻ താളടിയായി പോയിടാതെ എന്നെ ചേർത്തു പിടിക്കും കരതലമേ. ഒന്ന് പറയാം, ആ വിരലിൽ ഒന്ന് പിടിച്ചോട്ടെ. ആ വിരലിൽ പിടിച്ചൊന്നു നടന്നോട്ടെ ഞാൻ, ആ നിഴലിൽ മറഞ്ഞു എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന ദൈവമക്കളെല്ലാം കരങ്ങൾ ഉയർത്തി. ആ വിരലിൽ പിടിച്ചൊന്നു നടന്നോട്ടെ ഞാൻ, ആ നിഴലിൽ മറഞ്ഞു ഉയരുന്നു. പറയാമോ? കൊതിയാണേ, കൊതിയാണേ, കൊതിയാണേ അഭിഷേകം. എല്ലാ കരങ്ങളും ഉയർത്തി. കൊതിയാണേ, കൊതിയാണേ അഭിഷേകം ചെയ്യണമേ. തനിച്ചരിക്കൊന്നും ആവതില്ലേ, തനിച്ചരിക്കൊന്നും ആവതില്ലേ. തുടർമാനമായി നമ്മൾ പ്രവർത്തികളുടെ പുസ്തകത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. 1-ാം അധ്യായം മുതൽ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത് ആരാണ്? ലൂക്കോസ്. ലൂക്കോസിൻ്റെ പണി എന്താണ്? ഡോക്ടറാണ്, വൈദ്യനായ ലൂക്കോസ്. ലൂക്കോസ് ആട് ശിഷ്യനാണ് പൗലോസിൻ്റെ. എവിടെ വെച്ച് കിട്ടി? ത്രോവാസിൽ വെച്ച്. ഓക്കെ, നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 2, ലൂക്കോസ് എത്ര പുസ്തകം എഴുതി? 2 പുസ്തകം. ഏതൊക്കെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം, അപ്പോസ്തലപ്രവൃത്തി. രണ്ടും ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നു. ആരെ അഡ്രസ്സ് ചെയ്യുന്നു? അല്ലയോ തയോഫിലോസിനെ അഡ്രസ്സ് ചെയ്യുന്നു. തയോഫിലോസ് ദൈവസ്നേഹമാണെന്ന് നമ്മുടെ വേദപഠിതാക്കൾ പഠിപ്പിക്കുന്നു. അങ്ങനെയല്ല, തയോഫിലോസ് ഒരാളെ അഡ്രസ്സ് ചെയ്യാണ് ലൂക്കോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1-ാം അധ്യായത്തിൽ സഭ പേടിച്ച് വിറച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ സഭയുടെ മേൽ അഭിഷേകം വരുന്നു. 3-ാം അധ്യായത്തിൽ സഭ കിട്ടിയ അഭിഷേകം പ്രയോഗിക്കുന്നു. ഒരാമീൻ പറഞ്ഞേ. 1-ാം അധ്യായത്തിൽ പേടിച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ സഭയുടെ മേൽ അഭിഷേകം വരുന്നു. 3-ാം അധ്യായത്തിൽ കിട്ടിയ അഭിഷേകം അവർ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ മേൽ അഭിഷേകം തരുന്നത് ഉപയോഗിക്കാനാ. നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകം വന്നത് ബന്ധിക്കപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് വരാനാ. നിങ്ങളുടെ മേൽ അഭിഷേകം വരുന്നത് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ. നിങ്ങളുടെ മേൽ അഭിഷേകം വരുന്നത് നിങ്ങളുടെ സ്ഥിതി മാറാൻ വേണ്ടിയാ. നിങ്ങളുടെ മേൽ അഭിഷേകം വരുന്നത് നിങ്ങളുടെ അടുത്തും ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളെ വിടുവിക്കാൻ നിങ്ങളുടെ മേൽ ശക്തി ഉണ്ടാകാൻ വേണ്ടിയാ. അതാണ് ദൈവം നിങ്ങൾക്ക് പകരുന്ന അഭിഷേകം. 4-ാം അധ്യായത്തിൽ അഭിഷേകം വന്നപ്പോ ശത്രുക്കൾ കൂടി. ഒരു കാര്യം കേട്ടോളുക, നിന്റെ ലെവല് മാറിയ ശത്രു കൂടും. കേട്ടവരൊരാമീൻ പറഞ്ഞേ. ഇന്ന് രാവിലത്തെ ആ ദൂത കർത്താവ് പറയുക, ചില ശത്രുക്കൾ നിഷ്ഫലമാകും, ചില ആധിപത്യങ്ങൾ നിഷ്ഫലമാകും, ചില മന്ത്രവാദങ്ങൾ നിഷ്ഫലമാകും, ചില ആഭിചാരങ്ങൾ നിഷ്ഫലമാകും, ചില വാക്കുകൾ നിഷ്ഫലമാകും, ചില ആധിപത്യങ്ങൾ പൊട്ടിപ്പോകും. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നീയും നിന്റെ കുടുംബവും ഉയരാൻ തുടങ്ങുക. നീയും നിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ പോകുക. നീയും നിന്റെ വീടും ദൈവത്താൽ മാനിക്കപ്പെടാൻ പോകുക. കേട്ടവരുണ്ടെങ്കിൽ ആ കരമടിച്ചു ദൈവത്തിന് ഇന്ന് രാവിലെ നന്ദി പറഞ്ഞ് കർത്താവിനോട് പറയുക, ചില ആളുകളുടെ കുടുംബത്തിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുക. നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരാൻ പോകുക.
ഞാൻ ഇന്ന് രാവിലെ വെളിപ്പാട് കാണുന്നു. ചില ശത്രുവിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാവിലെ പൊട്ടിമാറാൻ തുടങ്ങുന്നു. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന സർവ്വയാധിപത്യങ്ങളുടെ ചങ്ങലകളും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം എടുത്തു കളയാൻ പോകുകയാ. നീ ഒരു ജയാളിയായി മാറാൻ പോകുകയാ. നീ ഒരു ജയാളിയായി മാറാൻ പോകുകയാ. സാമാന്യ മനുഷ്യരിലൂടെ അസാമാന്യ ദൈവപ്രവർത്തികൾ ഇന്ന് രാവിലത്തെ ആരാധനയിൽ എന്റെ ദൈവം ചെയ്തു തുടങ്ങാൻ പോകുകയാ. സാമാന്യ ആളുകളിലൂടെ അസാമാന്യമായ ദൈവപ്രവർത്തികൾ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാവിലെ ഇതിനകത്ത് ചലിച്ചിറങ്ങി വരുന്നു. കർത്താവ് എന്നോട് പറയുന്നു, സാമാന്യരായ ചിലരെ അസാമാന്യമായി ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ കേട്ടോണം. 3-ാം അധ്യായത്തിൽ മുടന്തനെ സൗഖ്യമാക്കുന്നു. 4-ാം അധ്യായത്തിൽ ശത്രുക്കൾ എഴുന്നേൽക്കുന്നു. ഈ ആർക്കാണ് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്നറിയാം? ശത്രുക്കൾ ആർക്കുണ്ടാവും? എല്ലാവർക്കും ശത്രുക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. ചിലർക്ക് ശത്രുക്കളുണ്ട്. ഉണ്ട്. അതെന്നാ? അവര് വിചാരിച്ചതിനേക്കാൾ നീ ഉയർന്നു. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ബാധക. ഇത് കേട്ടോണം. സാമാന്യ നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് അസാമാന്യമായി ഉയർന്നു വന്നാൽ അത് ഭൗമികമാണെങ്കിലും ആത്മികമാണെങ്കിലും ശത്രുക്കൾ കൂടും. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പോയി നല്ലൊരു വീട് വെച്ചാൽ ആളുകൾ ശത്രുക്കളാവും. ആൾക്കാർ പറയും ഇവർക്ക് കള്ളനോട്ടുണ്ടെന്ന് പറയും. എന്തുവാ? എന്നാ ഉണ്ട്? ഇവർക്ക് കള്ളനോട്ട് കിട്ടി. എന്നാ? അവിടെ കള്ളപ്പണം ഉണ്ട്. അവിടെ എന്നാ ഉണ്ട്? അതെന്നെ അച്ഛനെ കിട്ടാഞ്ഞേ? രാമയും പറഞ്ഞില്ല. അച്ഛൻ ഇത് കള്ളനോട്ടല്ല, അങ്ങയുടെ അധ്വാനമാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ശീലമാണ്. ഈ പത്രോസ് ഒരു സാമാന്യ മനുഷ്യനാ. എന്നായിരുന്നു പണി? പണി എന്തുവായിരുന്നു? മീൻ പിടുത്തമായിരുന്നു. എന്നാ? ഇപ്പം മീൻ പിടിക്കുവാണോ? അല്ല, മനുഷ്യനെ പിടിക്കുക. എന്നാ അങ്ങനെ മാറിയ ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ അനുസരിച്ചു. ഇന്ന് രാവിലെ ഒരു ദൂത് പറയുക, നിന്റെ വീട് മാറാൻ പോവാ, നിന്റെ മക്കള് മാറാൻ പോവാ, നിന്റെ കുടുംബം മാറാൻ പോവാ, നിന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ പോവാ. അസാമാന്യമായി ഇന്ന് രാവിലത്തെ കർത്താവിനെ ഉപയോഗിക്കാൻ പോവാ. ഈ പത്രോസിന്റെ വീടിപ്പ എവിടാ? പത്രോസിന്റെ വീടിപ്പ എവിടാ? അന്ത്യോക്യയിലാ. എവിടാ? നേരത്തെ എവിടായിരുന്നു വീട്? കടൽക്കരയിലായിരുന്നു. ഇപ്പൊ കടൽക്കരല്ല താമസിക്കുന്നേ. പത്രോസിന്റെ താമസം മാറി, പത്രോസിന്റെ വസ്ത്രം മാറി, കയ്യെ പിടിച്ചേക്കുന്ന വല മാറി. കൈ ഉയർത്തിയ രാമീമല. ഒരു മിനിറ്റ് കൂടെ കേട്ടെ. നേരത്തെ കൈ വലയായിരുന്നു, ഇപ്പൊ എന്നാ? ഇപ്പൊ മൈക്ക. രാമീം പറഞ്ഞില്ല. പണ്ട് കയ്യിൽ എന്നായിരുന്നു? വലയായിരുന്നു. ഇപ്പൊ എന്നാ? ഇപ്പൊ മൈക്ക. ഇപ്പൊ ബൈബിളും പിടിച്ചോണ്ട് നടക്കുക. രാമീമല. ഇത് കണ്ടപ്പോ ആളുകൾക്ക് അസൂയ തോന്നി. ആ കൈ കൊടുത്ത് പറ, ആളുകൾക്ക് അസൂയ തോന്നും. നിങ്ങൾ കേട്ടില്ലേ? പണ്ട് എവിടായിരുന്നു വീട്? വീട് എവിടായിരുന്നു? കടലിന്റെ കര. ഗലീലക്കാരല്ലയോ എന്നാ ചോദിച്ചേ? ഏതാ? ഇപ്പൊ ഗലീലാണ് താമസം? അല്ല, താമസം മാറി. ആ കൈ കൊടുത്ത് പറ, താമസം മാറി. എന്തുവാ? നേരത്തെ കടൽക്കര താമസിച്ചുകൊണ്ടിരുന്ന, ഇപ്പം പുള്ളി എവിടെ താമസിക്കുന്നേ? അന്ത്യോക്യ. ഈ ഇദ്ദേഹം എങ്ങനെയാണെന്നറിയാം യേശുവിനെ കാണുന്നേ? ഇദ്ദേഹം ഭയങ്കര മീൻ പിടിക്കാൻ ഭയങ്കര മിടുക്കനെ. എവിടെ മീൻ പിടിച്ചാലും മീനെ കിട്ടും. പക്ഷെ ഒരു രാത്രി മീൻ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഒരാമയും പറ. ഇപ്പൊ എഴുതിയിട്ട് ജയിക്കുന്നില്ല, ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്നില്ല. ആ അവസ്ഥയിലാ പത്രോസ് നിൽക്കുന്നത്. ആമയും പറഞ്ഞോ? അങ്ങനെ അവസ്ഥ നിൽക്കുന്ന ആരേലും ഉണ്ടെന്ന് നിന്റെ സ്ഥിതി മാറാൻ പോവാ. കൈ ഉയർത്തി ഒരാമയും പറ. നേരത്തെ ഉള്ള അവസ്ഥ വാന്ന് വിളിച്ചാൽ ആര് വരും? മീൻ വരും. ഇപ്പൊ വാന്നും കൂന്നും എല്ലാം വിളിച്ചിട്ട് ആര് വരുന്നില്ല? മീൻ വരുന്നില്ല. അന്നേരം ദാണ്ട് ഒരാൾ വരുന്നു, യേശു. ഇപ്പൊ മീൻ വന്നില്ല, യേശു വന്നു. കൈ അട്ടിച്ചൊന്ന് വിളിച്ച യേശു വന്നു. മീനില്ല വല, പക്ഷെ യേശു പടകിലുണ്ട്. വല മീനില്ല, പക്ഷെ പടകിൽ യേശു ഉണ്ട്. വല മീനില്ല, പടകിൽ യേശു ഉണ്ട്. ഞങ്ങളുടെ ഉറപ്പ് തന്റെ ഇടമതാ. നിങ്ങളെ കൈ ഒന്ന് ഉയർത്തി രാമയും പറയോ? വല മീനുണ്ടോ? വല മീനുണ്ടോ? ഇല്ല, പടകിൽ യേശു ഉണ്ട്. നേരത്തെ വല മീനുണ്ടായിരുന്നു, പടകിൽ യേശു ഇല്ലായിരുന്നു.
ഇപ്പൊ സംഗതി തിരിഞ്ഞു. ഇപ്പൊ വല മീനില്ല, പടകിലേശുണ്ട്. ഇത് കേട്ടവരെ ആമീൻ പറ. ഇപ്പൊ വല മീനില്ല, ഇപ്പൊ വലയില്. അന്നേരം ആൾക്കാര് പറഞ്ഞ അവൻ കൊട്ടാൻ പോയിട്ട് വല മീൻ കയറിയില്ല, അവൻ പാടാൻ പോയിട്ട് വല മീൻ കയറിയില്ല, അവൻ ആരാധിക്കാൻ പോയിട്ട് വല മീൻ കയറിയില്ല. അച്ഛാ, നിനക്കറിയാത്തൊരു രഹസ്യമുണ്ട്. വല മീനില്ല, പടകിലേശുണ്ട്. വല മീനില്ല, പടകിലേശുണ്ട്. വല മീനില്ല, പടകിലേശുണ്ട്. വല എന്നോട് പറഞ്ഞോ, വലയിൽ മീനില്ല, പടകിൽ. ബാങ്കിൽ പണമില്ല, വീട്ടിൽ യേശുണ്ട്. കൈ കൊടുത്ത് പറ, ബാങ്കിൽ പണമില്ല, വീട്ടിൽ യേശുണ്ട്. ബാങ്കിൽ പണമില്ല, വീട്ടിൽ യേശുണ്ട്. വീട്ടിൽ ആരുണ്ട്? ഞങ്ങളുടെ തൻ്റെ കാശൊന്നുമില്ല, പക്ഷെ യേശുണ്ട്. ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഓക്കെ. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മാനത്താൻ കണ്ടിയാൻ പോലും കിട്ടിയില്ല. നേരത്തേക്ക് എക്സാം എഴുതുമ്പോൾ 40-ൽ 35 കിട്ടുമായിരുന്നു. ഇപ്പൊ എക്സാം എഴുതിയിട്ട് 5 പോലും കിട്ടുന്നില്ല. വിഷമിക്കണ്ട, നിന്റെ അപ്പുറത്ത് യേശു വരും. കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. അപ്പുറത്തുള്ള ആളുകള് പത്രോസിന് വേണ്ടി പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോ പറഞ്ഞു, ഇപ്പൊ പത്രോസിന് ശനിദശയാണ്. എന്തുവാണ്? ശനിയാണ്. വിഷമിക്കണ്ട, ശനി ഞായറാവും. കൈ കൊടുത്ത് പറ, ശനി ഞായറാവെന്ന് പറ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുക, ചില ആളുകൾ അത്ഭുതമായി മാറാൻ പോവാ, ചില ആളുകൾ ദൈവപ്രവൃത്തിയായി മാറാൻ പോവാ. ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോവുക. ദൈവം തന്നെ ദൈവത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കൂ, ഇസ്രായേൽ ആനന്ദിക്കൂ. ഹല്ലേലൂയ. ശരി, വലയിൽ മീനില്ല, പടകിലേശുണ്ട്. ഒന്നൂടെ, വലയിൽ മീനില്ല, പേപ്പറിൽ മാർക്കില്ല, അകത്തേശുണ്ട്. ഒരാമീൻ പറ. കയ്യിൽ ജോലിയില്ല, വീട്ടിൽ യേശുണ്ട്. ഒന്നൂടെ കൈ ഉയർത്തി ഒരാമീൻ പറ. വീടിന്റെ മുറ്റത്ത് ജപ്തിയുണ്ട്, അകത്ത് യേശുവുമുണ്ട്. നിന്റെ പുറത്തു മരണമുണ്ട്, അകത്ത് യേശുവുണ്ട്. വീട്ടിൽ ജപ്തി കിടപ്പുണ്ട്, അകത്ത് യേശുവുണ്ട്. ഇന്ന് രാവിലത്തെ ദൂത് പറയുക, നിന്റെ സകല തോൽവികളോ ഇന്ന് രാവിലെ ജയമായി മാറാൻ പോവാ. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. വലയിൽ 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 മീനില്ല, വലയിൽ. ഒന്നുകൂടെ, വലയിൽ പറ പറ. വലയിൽ എന്നാ ഇല്ല? മീനിനെ നമ്മൾ നന്മയായിട്ട് ഉപമിക്കുക. എന്താണ് നന്മ? അല്ലെ കല്യാണം കഴിക്കാനുള്ള പെണ്ണ് വലയിലില്ല. ആരകത്തുണ്ട്? യേശു. ഒരാമീൻ പറ. ബാങ്കിൽ കാശില്ല, ഹൃദയത്തിൽ യേശു ഉണ്ട്. ഒരാമീൻ പറഞ്ഞില്ല. പരീക്ഷ പേപ്പറിൽ മാർക്കില്ല, അകത്ത് യേശു ഉണ്ട്. അകത്ത് ആരുണ്ട്? 1-2 പേർക്ക് കൈ കൊടുത്ത് പറയാം, യേശു ഉണ്ടെന്ന് പറയാം. ഒരു മിനിറ്റ് കൂടെ. ശരിക്കും യേശു അകത്തുണ്ടോ? ഉണ്ടോ? അതോ ഇറങ്ങിപ്പോയോ? 2-3 കാര്യം. കുശുമ്പുള്ളോടകത്ത് യേശു ഇരിക്കത്തില്ല. കൈ കൊടുത്ത് പറ, കുശുമ്പുള്ളോടകത്ത്. മൂക്കിപ്പൊടി വലിക്കുന്ന അച്ഛനകത്ത് യേശു ഇരിക്കില്ല. പിന്നെ വലിക്കുന്ന ചേട്ടൻ അവിടെ ഒട്ടുമേ ഇരിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു, നിങ്ങൾ അടുക്കള പുകച്ചു, പുള്ളി ആടും പറ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് പുകയ്ക്കുന്ന പുള്ളികളെ സൂക്ഷിച്ചോണം, യേശു ഇരിക്കില്ല. പിന്നെ കഞ്ചാവ്, നിന്റെ പഞ്ചായത്തിൽ യേശു വരത്തില്ല. കൈവൊക്കെ ആമീൻ പറ. ദൈവത്തിന്റെ ദാനമാണ് ആരോഗ്യം, ദൈവത്തിന്റെ ദാനമാണ് കുടുംബം, ദൈവത്തിന്റെ ദാനമാണ് നല്ല മക്കൾ. ഒരാമീൻ പറഞ്ഞില്ല. ദൈവത്തിന്റെ ദാനമാണ് നിങ്ങളുടെ സകല അനുഗ്രഹവും. ആ അനുഗ്രഹത്തെ ഒരു ശത്രുവിനും തട്ടിയെടുക്കാൻ പറ്റില്ല. ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചുറ്റും. ഞാൻ അന്ന് നൈറ്റ് പ്രയറിൽ ഒരു ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു. ചെറുപ്പക്കാരൻ ഇന്നത്തെ യോഗത്തിലുണ്ട് താനും, ഇപ്പൊ എഴുന്നേൽപ്പിക്കുന്നില്ല, ലൈവാ, എഴുന്നേൽപ്പിക്കുന്നില്ല. ആ ചെറുപ്പക്കാരൻ പഠിക്കാൻ ബഹുമിടുക്കൻ. ഇപ്പം 36 വയസ്സുണ്ട്, ഈ യോഗത്തിരിപ്പുണ്ട്. അപ്പന് ഭയങ്കര സ്നേഹം, അമ്മയ്ക്ക് ഭയങ്കര സ്നേഹ. പക്ഷെ ഇവൻ വീട്ടിൽ കയറി വരുമ്പോ അപ്പനും അമ്മയും അപ്പം പറയും, നീ നശിച്ചു പോടാ, നീ എല്ലാം പഠിച്ച എല്ലായിടത്തും അവന് ഡിസ്റ്റിങ്ഷന് മുകളിൽ മാർക്കുണ്ട്. എഞ്ചിനീയറിംഗ് കയറിയപ്പോ അപ്പം പറഞ്ഞു,
നീ ജയിക്കത്തില്ല. നീ ജയിക്കത്തില്ല. മിടുക്കനായ അവൻ 10 പ്രാവശ്യം ഒരു സബ്ജക്റ്റിന് എഴുതി ജയിച്ചില്ല. അവരെങ്ങനാ മാറാൻ തുടങ്ങിയെന്നറിയോ? 2 അപ്പനും മോനും ഒക്കെ ബിസിനസ്സുകാരാ. എന്നാ ബിസിനസ് ചെയ്താലും ഒരു കാശും കൈ നിൽക്കത്തില്ല. അപ്പനും ഈ യോഗത്തിനുണ്ട്. ഇവിടുത്തെ ഒരു ആരാധനയിൽ അപ്പനോട് ഞാൻ ദൂത് പറഞ്ഞു, ഇനി ആവശ്യമില്ലാത്ത വർത്താനം പറയല്ല. ഇന്ന് അവരുടെ വീട് സ്വർഗ. അവരുടെ വീട്ടിൽ ഭയങ്കര സന്തോഷ. അവര് പുതിയ പുതിയ ബിസിനസ് ആരംഭിച്ചു. ഞാൻ ഒരു കാര്യം പറയാ, അസൂയക്കാരോടെല്ലാം പറയല്ല. ബൈബിളിൽ വാക്യമുണ്ട്, അവരുടെ നാവിൻ്റെ അടിയിൽ സർപ്പവിഷം പോലെ ഇരിക്കുന്നു. ഞാൻ ഈ പെൺകുട്ടിയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴാ കർത്താവ് എന്നോട് പറഞ്ഞത്, ഇന്നയാളിൻ്റെ നാവിൻ്റെ അടിയിൽ സർപ്പവിഷം ഇരിക്കുവാടാ, നീ അതിനെ ആത്മാവി ക്യാൻസൽ ചെയ്യണം. ഇവിടെ ഭാവിയെ കെട്ടിവെച്ചേക്കുവാടാ, അവിടെ ലൈഫ് കെട്ടിവെച്ചേക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാവിലെ ഒരു കാര്യം കേട്ടെ, ഈ മാസം ചില ആളുകൾക്ക് ചില വഴികൾ തുറക്കും. നിങ്ങളൊരു ആമേൻ പറ. നിങ്ങൾ സേവിച്ച ദൈവത്തെ നിങ്ങളുടെ മക്കൾ സേവിക്കും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കളുടെ ഭാവികൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീട് ദൈവത്താൽ മാനിക്കപ്പെടും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്താൽ ഉയർത്തപ്പെടും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന് കണ്ണാടി ഉണ്ട്, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം. നിന്നിട്ട് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഈ കൈ കൊണ്ട് അനേകർക്ക് കൊടുക്കും. ഞാൻ വായ്പ വാങ്ങിക്കത്തില്ല. എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ അനേകർക്കൊരു അന്നദാതാവായിട്ട് മാറും. അനേകരെ ഞാൻ യേശുവിന് വേണ്ടി കൊണ്ടുവരും. എൻ്റെ ഈ വീട് യേശുവിൻ്റെ വീടാണ്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ മക്കൾക്ക് ജോലി കിട്ടും. ഞാൻ ആത്മികമായി ഉയർത്തപ്പെടും. ഇത് പറയാൻ പറ്റണം. പ്രിയരെ, ചില വിവാഹങ്ങൾ വേഗത്തിൽ നടക്കും. ചില വീടുകൾ അനുഗ്രഹിക്കപ്പെടും. ഈ മാസം ചില രോഗികൾ സൗഖ്യമാകും. വലിയ അത്ഭുത സൗഖ്യങ്ങൾ കുടുംബങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കും. കർത്താവിനോട് ആവർത്തിച്ചു പറയുക, ചില കുടുംബങ്ങളിൽ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കും. ശാപം പിടിച്ചു കിടക്കുന്ന വീട്ടിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. നിങ്ങൾ ആ കരങ്ങളൊന്ന് അടിച്ച് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് 2-3 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോണിൽ രോജാവ്. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോണിൽ രോജാവ്. 10,000
സുന്ദരനെ ശാരോണിൻ റോജാവേ അങ്ങേക്കു തുല്യന അങ്ങു മാത്രം യേശുവേ അങ്ങേക്കു തുല്യന അങ്ങു മാത്രം അങ്ങേക്കു തുല്യന അങ്ങു മാത്രം ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ 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 ആമേൻ ഓ ഹല്ലേലൂയാ ഹോസന്നാ ഓ ഹല്ലേലൂയാ ഹോസന്നാ ഓ ഹല്ലേലൂയാ ഹോസന്നാ ഹല്ലേലൂയാ ഹോസന്നാ ആദ്യനും അന്ത്യനുമായോനേ ജീവൻ ഉറവിടമായോനേ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ ആദ്യനും അന്ത്യനുമായോനേ ജീവൻ ഉറവിടമായോനേ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ ഓ ഹല്ലേലൂയാ ഹോസന്നാ ഓ ഹല്ലേലൂയാ ഹോസന്നാ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹോസന്നാ ഓ ഹല്ലേലൂയാ ഹോസന്നാ ഓ അഭിഷേകം എന്റെ സമ്പത്താണ് തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ അഭിഷേകം ഓ അഭിഷേകം എന്റെ സമ്പത്താണ് ഓ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ ഹോളി ഹോളി are you Lord Almighty holy Yeshua holy are you Lord Almighty tuyare 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 സർവവല്ലഭ ഉനീരേ തുയരേ 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 സർവവല്ലഭ ഉനീരേ തുയരേ 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 സർവവല്ലഭ നീരേ തുതിയുമക്കേ തുതിയുമക്കേ ആവേ നിറവേ നീ വാഴുമേ നിറവേ നീ പോകുമേ നിറവേ നീ വേണ്ടുമേ ആവിയാനവരേ നിറവേ നീ വാഴുമേ നിറവേ നീ വേണ്ടുമേ നിറവേ നീ വേണ്ടുമേ മഹത്വം ഈ രാവിലെ ചലിക്കുന്നു. ഇവിടെ ആരാധന നടക്കുമ്പോ ചില വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു, ചില കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുമ്പോ ചിലർക്ക് നിൽക്കാൻ കഴിയാത്ത പോലെ
പരിശുദ്ധാത്മബന്ധ ഒരു വാക്ക് പറയുക. ഈ നിൽക്കുന്ന കൂട്ടത്തിലും ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബത്തിലും ഭയങ്കര മാസീവ് ചേഞ്ച് വരാൻ പോവാ. നിങ്ങളൊരു ആമീൻ പറഞ്ഞേ. നിങ്ങളുടെ വീടിനൊരു മാസീവ് ചേഞ്ച് വരും. നിങ്ങളുടെ ഭാഷയ്ക്കൊരു മാസീവ് ചേഞ്ച് വരും. നിങ്ങളുടെ വസ്ത്രത്തിനൊരു മാസീവ് ചേഞ്ച് വരും. നിങ്ങളുടെ സമസ്ത മേഖലയിലും ഒരു മാസീവ് ചേഞ്ച് ഉണ്ടാകാൻ പോവാ. നീ പഴയ ആളാകില്ല. നീ ഒരു ഇത് മഹത്വമായി മാറുക. നീ ഒരു പുതിയ ആളാകുക. നീ ഒരു പുതിയ ആളാകുക. നീ പഴയ ആളല്ല. നീ ഒരു പുതിയ ആളായി മാറുക. ശരി, എനിക്ക് ഇങ്ങനെ തന്നെ 2-3 മിനിറ്റ് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെ മഴയായോണ്ട് നേരത്തെ വിടണം. നിങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. എല്ലാവരും നിന്നേ. ആ കിടക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റൊന്നോ. ആ, ഇനിയും എന്നെ ഒന്ന് നോക്കിയേ. കണ്ണു തുറന്ന് നമ്മൾ 2-3 കാര്യങ്ങൾ പറയാൻ പോവാ. ഞാൻ പറയുന്ന വാക്ക് ഏറ്റു പറയണം. ഞാൻ യേശുവിൻ്റെ വകയാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്. എൻ്റെ കുടുംബം യേശുവിൻ്റെതാണ്. എനിക്കുള്ള സകലതും യേശുവിൻ്റെതാണ്. എൻ്റെ മക്കൾ യേശുവിൻ്റെതാണ്. എനിക്കുള്ള സകല നന്മകളും യേശുവിൻ്റെതാണ്. ദുഷ്ടങ്കൽ നിന്ന് ദുഷ്ട മനുഷ്യങ്കൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. ദൈവം എൻ്റെ മക്കളെ വിടുവിക്കും. ദൈവം എൻ്റെ കുടുംബത്തെ വിടുവിക്കും. അസൂയക്കാരിൽ നിന്ന് പകയന്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. ദൈവം എന്റെ മക്കളെ വിടുവിക്കും. എന്റെ വീട് അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ ഈ പറഞ്ഞ വാക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞോണം. പറയാൻ പറ്റുമെങ്കിൽ ദുഷ്ടങ്കയിൽ നിന്ന് വിടുവിക്കാൻ പറയണം. പകയന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറയണം. അസൂയക്കാരന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറയണം. ഇത് ഞാൻ പറഞ്ഞല്ലേ, യേശു പറഞ്ഞ. യേശുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പഠിപ്പിച്ച ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. എന്നാ അത് പൗലോസ് എടുത്തെടുത്തി. ദുഷ്ട മനുഷ്യർ, മായാവികൾ, ചതിയന്മാർ. രാമീൻ പറ. അങ്ങനെയുള്ളവരുണ്ട്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഉണ്ട്. നിങ്ങളുടെ ചില വിഷയങ്ങൾ പഠിച്ചു വരുമ്പോൾ അങ്ങനെ കുരുക്ക് കിടപ്പുണ്ട്. മോനെ, കണ്ണാടി വെച്ച മോമൻ ആദ്യമായിട്ടാണോ? ആന്നുമില്ലേ? ഫസ്റ്റ് ടൈമാ? ആ, നിങ്ങളുടെ കൈയൊന്നും കൂടാലും ഉണ്ടോ? ആരൊക്കെ ഉണ്ട്? ഫാമിലി എല്ലാം ഉണ്ട്. ഇന്ന് ചരിത്രം മാറാൻ പോവാ. നീ ആള് മാറാൻ പോവാ. കൈയൊന്ന് ഉയർത്തി ദൈവത്തിനൊരു ആമീൻ പറ. നിന്നെ ഒരു പുതിയ നിലയിലേക്ക് ദൈവം അഭിഷേകം ചെയ്ത് വിടാൻ പോവാ. കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞു. കർത്താവ് എന്നോട് പറയുക, ചിലർക്ക് ഇത് പുതിയ ദിവസമായിട്ട് മാറാൻ പോവാ. പുതിയ ദൈവപ്രവൃത്തിയായിട്ട് മാറാൻ പോവാ. ഞാന് ഓക്കെ, പത്രോസ് താമസിച്ചുകൊണ്ടിരുന്നത് മുക്കുവക്കൂടില്ല. മുക്കുവന്റെ കൂടില്ല താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ അല്ല താമസിക്കുന്നത്. ആണോ? അല്ല, ഇപ്പൊ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഇപ്പൊ അവിടെ നിന്ന് മാറി ഇപ്പൊ എവിടായി? അന്ത്യോക്യയിലായി. വീട് മാറി. പണ്ടത്തെ തുണിയാണോ ഇടുന്നേ? അല്ല, ബോംബെ ഡൈനിങ്ങിൻ്റെ ഒരാമീൻ പറ. പണ്ടത്തെ ഭാഷ. ഇപ്പം ബോംബെ ഡൈനിങ് ഒക്കെ മാറി. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചെറുക്കനോട് ചോദിച്ചു, എടാ ഇത് ആരുടെ? എടാ അടിപൊളിയായിട്ടിരിക്കുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു ടോമിയുടെയാണ്. ആരുടെയാ? ടോമി ഒരു ബ്രാൻഡാന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഒരാമീൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാടാ ടോമിയുടെ നീ ഇടുന്നത്? നിന്റെ ഇട്ടാൽ പോരായോ? എന്നാലും പറഞ്ഞു, ഡാഡി ഇത് ടോമിയുടെ എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. ഒരാമീൻ പറഞ്ഞുതരാം. അപ്പം എന്തായാലും ആയിക്കോട്ടെ, ബ്രാൻഡ് മാറി. ഒരാമീൻ പറ. ഇത് ചിലർക്ക് പിടിക്കുകയല്ല. നീ ബ്രാൻഡ് മാറും. ഒരാമീൻ പറ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ഒരാമീൻ ശരിക്കും പറ. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ മാറി സഹിച്ച കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് ആരോഗ്യം തന്നത്, ദൈവം നമുക്ക് ബലം തന്നത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഓടാനാ. നമ്മുടെ പിള്ളേരൊക്കെ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളിരിക്കുക, നല്ല വീട് വെച്ച് മാർക്കണം. രാമീൻ പറ. നല്ല വീട് വെച്ച് ഞായറാഴ്ച വരുമ്പം പിള്ളേരും അമ്മയും അപ്പനും ഒന്നിച്ച് ആരാധനയ്ക്ക് വരണം. രാമീൻ പറഞ്ഞില്ല. എല്ലാവരും ഒന്നിച്ച് ആരാധനയ്ക്ക് വരണം. എല്ലാവരും ഒരുമിച്ച്. അതൊരു അനുഗ്രഹമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച്
പിന്നെ വൈകിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഒരാമയും പറ. ഒരുമിച്ചിരുന്ന് കഴിക്കണം. അമ്മാമ്മ എടുത്തുകൊണ്ട് വരണം. ഒരാമയും പറ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഈ ചില സഹോദരിമാരുണ്ട് ഭർത്താവ് കഴിച്ച പ്ലേറ്റിലാണ് കഴിക്കുന്നത്. അതെന്നാന്നറിയോ? ഒരു പ്ലേറ്റ് കഴിയാൽ മതി. അതുകൊണ്ടാണ് ഒറ്റ പ്ലേറ്റ് കഴിയാൽ മതി. എത്ര പ്ലേറ്റ് കഴിയാൽ മതി? ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അവരെന്നോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കാത്തിരുന്ന് ഭർത്താവിൻ്റെ? അപ്പം എന്നോട് പറഞ്ഞു, അല്ല 2 പ്ലേറ്റ് കഴിയണ്ടായോ? ഇതാണ് ഒറ്റ പ്ലേറ്റ് കഴിയാൽ മതി, പരിപാടി കഴിഞ്ഞു. അതാ നിങ്ങൾ വിചാരിക്കും സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒറ്റ പ്ലേറ്റ് കഴിയാൽ മതിയല്ലോ, എളുപ്പ വഴിക്ക് വേണ്ടി കാത്തിരിക്കുമോ അവർ. ഇപ്പോഴാ ചിലർക്ക് കത്തിയത്. പത്രോസിൻ്റെ സ്ഥിതി മാറി. പത്രോസിൻ്റെ ഇപ്പൊ പണ്ടത്തെ അടുത്തല്ല താമസിക്കുന്നേ. ഈ പണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ കൂടത്തില്ലായിരുന്നു. ഇപ്പം പത്രോസ് നാവെടുത്ത് മിണ്ടിയാൽ ആളുകൂടും. കൈ ഉയർത്തി ആമീൻ പറ. പണ്ട് പത്രോസ് വിളിച്ചാൽ മത്സ്യമേ വരത്തുള്ളായിരുന്നു, ഇപ്പൊ വിളിച്ച മനുഷ്യൻ വരും. കൈ ഉയർത്തി ആമീൻ പറയാവോ? എൻ്റെ മക്കളെ, അങ്ങനെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതൊക്കെ ഒരു അഭിഷേകമാണ്. അത് ശരിക്കും നിങ്ങൾക്കറിയോ? ആള് കൂടുന്നൊക്കെ ഒരു അഭിഷേകമാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആളുകൂട്ടുകാരൻ ആരാന്നറിയാം? യേശുവാ. യേശുവാണ് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ. ഒരാമീൻ പറ. മൈക്ക് പോലും ഇല്ലാതെ 20,000 പേരുടെ മുമ്പിൽ പ്രസംഗിച്ച ആളാ യേശു. നമ്മുടെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞു 10 പേര് മതിയെന്ന് പറയും. എത്ര? അത് ആള് കൂടാഞ്ഞിട്ടാ. കൈവിടുത്ത ആള് കൂടാഞ്ഞിട്ടാ. അവരിതെല്ലാം പണി നോക്കിയാ പറ്റില്ല. ആള് കൂടുന്നില്ല. ആള് കൂടുന്നില്ല. യേശു വിളിച്ച ആള് കൂടുവോ? യേശു വിളിച്ച ആള് കൂടുവോ? 5 അപ്പം എടുത്തപ്പോ എത്ര പേർക്ക് കൊടുത്തു? 5000 പുരുഷന്മാർ. ഓരോ സ്ത്രീ എത്രയായി? 10,000. 2 പിള്ളേര് എത്രയായി? 20,000. യെരുശലേമിൽ 2 പിള്ളേരൊന്നുമല്ല, 12 പിള്ളേർ വരെ ഉണ്ട്. 12 ഒന്നും 13 പിള്ളേരുണ്ട്. ആർക്ക്? യാക്കോബിന്. രാമേൻ പറ. ഇവര് മോശക്കാരല്ല പിള്ളേർ. പിന്നെ ഇപ്പൊ കുടുംബാസൂത്രണം വന്നപ്പോഴാ പിള്ളേർ അതൊക്കെ നിർത്തിയേ. ഒരാമയും പറഞ്ഞേരാ. ബാക്കി പറയുക. നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ 2 വെച്ച് കൂട്ടിയാൽ മതി. യേശുവിന്റെ ഒരു യോഗത്തിൽ കുറഞ്ഞത് 20,000 പേരുണ്ട്. കൈ കൊടുത്ത് ചോദിക്കുക, അത് കുറയുന്ന മോശമില്ലെന്ന് ചോദിക്കും. ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോ ആള് വരാത്ത എന്നാ? അച്ഛൻ്റെ പരുവം കണ്ട ആള് വരത്തില്ല. സ്വത്രം പറഞ്ഞില്ല. അച്ഛാ, ഈ നിൽക്കുന്ന നിപ്പ് കോട്ടും സൂട്ടും ഒന്നുമല്ല. ആ നിൽക്കുമ്പോ മുഖത്തൊരു പ്രസരണം കാണണം. നിൽക്കുമ്പോ മുഖത്ത് ദൈവത്തിന്റെ ദേശം ഉണ്ടാവണം. അല്ലാതെ ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടത്തിൽ നിന്ന പോലെ വന്ന് പ്രസംഗിച്ചാലൊന്നും ആള് വരികയല്ല. അഭിഷേകം ഇറങ്ങിയാലേ ആള് വരത്തുള്ളൂ. കൈ ഉയർത്തിയ ആമീൻ പറഞ്ഞേരാ. ബാക്കി ഇവിടെ പറയാം കേട്ടോ. അപ്പൊ യേശുവിന്റെ ഒറ്റ യോഗത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 20,000. അത്രയും മതി. എത്ര? പിന്നെ ബൈബിൾ 5000 എഴുതി. എന്തിനാ ബൈബിൾ 5000 എഴുതിയേ? ബൈബിളിനകത്ത് എക്സാജുറേഷൻ കുറവാ. ഇപ്പൊ നമ്മുടെ ആൾക്കാർ പറയത്തില്ലേ 50,000 പേരുണ്ടായിരുന്നു. എത്ര? ഈ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൗഡ് കൂടുന്ന എവിടാന്നറിയോ? മാരാമണ്ണ. എത്ര പേര് കൂടും? 40,000 തൊട്ട് 50,000 വരെ. ഇതാണ് മാരാമണ്ണ ഒരു ദിവസത്തെ കണക്കാ. അതാണ് ഏറ്റവും വലിയ ക്രൗഡ് കേരളത്തിൽ കൂടുന്നത്. മാരാമൺ കൺവെൻഷനാ. കേട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് അതാണ്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് 5 ലക്ഷം എന്നൊക്കെ തോന്നും. 5 ലക്ഷം കൂടുന്നവരില്ല. ഒരാമീൻ പറഞ്ഞോ? ഇതെല്ലാം കണക്കായി പറയുന്നേ. അപ്പം ഞാനിങ്ങനെ കൺവെൻഷനുകളുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കൺവെൻഷനുകളുടെ ഇവിടുത്തെ ഓരോ കാര്യത്തിന് കണക്കെടുത്തുകൊണ്ടിരിക്കുക. ഈ കണക്കെടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഒരു സഭയിൽ ആളങ്ങ് കൂടിയാലോ? ഒരാമീൻ പറ. നമ്മുടെ എലോഹീമിൽ അങ്ങനെ ആള് കൂടും. യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എലോഹീമിൽ ആളുകൾ കൂടും. ഈ പട്ടണം കണ്ട, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രൗഡായിട്ട് നമ്മൾ മാറും. 10,000-കണക്കിന് കർത്തൃദാസന്മാർ, 10,000-കണക്കിന് ദൈവദാസന്മാർ, 10,000-കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു കൊയറായിട്ട് നമ്മൾ മാറും. നമ്മൾ താഴ്ച ഭവിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ശരി, നിങ്ങളിരുന്ന പ്രിയരെ, സമയമില്ലാത്തോണ്ട് 1:30 മണിയായി. ഓക്കെ. പത്രോസിനോടുള്ള അസൂയ പറഞ്ഞുകൊണ്ടാ പോയെ. പത്രോസ് ചെറിയ വീട്ടിലായിരുന്നു, ഇപ്പൊ വലിയ വീട്ടിലാ. പത്രോസിന്റെ ബന്ധങ്ങളൊക്കെ ഭയങ്കര അല്ലേ? പത്രോസിന്റെ ബന്ധങ്ങൾ. പണ്ട് പത്രോസിന്റെ ബന്ധം ആരായിരുന്നു? എല്ലാം മുക്കുവന്മാരാ. ഇപ്പൊ മുക്കുവന്മാരാന്നോ? അല്ല, മിനിസ്റ്റർമാരുണ്ട്. രാമീൻ പറ. ആരാ? പത്രോസ് വിളിച്ച കേൾക്കാൻ പറ്റുന്ന മിനിസ്റ്റർ ഉണ്ട്. പത്രോസിന്റെ അഡ്രസ് എഴുതി ഒരു മിനിസ്റ്റർ കൈ കൊണ്ട് കൊടുത്തു.
കർത്താവ്. ഒരാമീൻ പറ. നിനക്ക് വേണ്ടി വന്നാൽ മിനിസ്റ്റർ കയ്യിൽ ദൈവം അഡ്രസ് എഴുതി കൊടുക്കും. കൈ ഉയർത്തി ഒരാമീൻ പറ. ദൈവം ആരാ അല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ദൈവം ചെയ്യും. എന്നോട് കർത്താവ് പറയാ, അസാധാരണ കാര്യങ്ങൾ ചെയ്യുക ഈ ദിവസങ്ങളിൽ. ദൈവം അങ്ങനെ ചെയ്യുക. നിന്റെ കാര്യമൊക്കെ ദൈവം ചെന്ന് പറയുമെന്ന്. ഈ പത്രോസ് മോളെ തുപ്പട്ടിയുമായിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എത്രാം അധ്യായത്തില വിശന്നേ? 11-ാം അധ്യായത്തിൽ പത്രോസിന് വിശന്ന് യോപ്പയെന്ന് ആള് പത്രോസിന്റെ വീടിന്റെ വാതിൽക്ക്. ഇത് ആരായി വന്നേ അവിടെ? 10-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത് തുടക്കം വായിച്ചാൽ മതി. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവൻ ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ. സത്യത്തിൽ നമുക്ക് വിവശതയൊന്നുമല്ല, അവശതയാ പലതും. രാമയും പറഞ്ഞത് കഴിഞ്ഞ ദിവസം അടുത്ത് ഞാൻ ചെന്നപ്പം ഒരച്ഛൻ അവിടെ കിടക്കുക, സ്ലേയിങ് ആയിട്ട് കിടക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു വാസം ഞാൻ എഴുന്നിട്ട് അവർ പിന്നെ തെള്ളിയിടും, അതുകൊണ്ട് കിടക്കുക പുള്ളി. കൈപൊക്കി വരാം. പുള്ളി അവശത കിടക്കുക. ഇത് വിവശതയാ. ഇതെന്നാ? ഈ അവശതയും വിവശതയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വായിക്കുമോളെ, സ്ഥിതി മാറി. എന്നാ മാറി? അവസ്ഥ മാറി. നമ്മുടെ തോമസ് തരകനാച്ചാൻ ഒരു കാറ് വാങ്ങിക്കുമ്പം ഞാൻ സന്തോഷിക്കണം, കർത്താവേ. അപ്പൊ എൻ്റെ മനസ്സിൽ എന്നാന്നറിയോ? അവിടെയുള്ള 5 പേരെയും കൂടെ അച്ഛൻ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അവിടെയുള്ള 5 പേരെയും കൂടെ അച്ഛൻ. പിന്നെ ചില ആളുകളുണ്ട് കാറ് വാങ്ങിച്ച് പുതപ്പിച്ചിട്ടേക്കുക. കാറ് വാങ്ങി രാവിലെ അത് പൊക്കി നോക്കും. സ്തോത്രം. ഒരു ഗുണവും ഇല്ല, ഒന്നുമില്ല. കാറ് ഓടിക്കാനുള്ള, നിന്റെ ശരീരം ഉപയോഗിക്കാനുള്ളതാ. നിന്റെ കൈ ഉയർത്തി അനുഗ്രഹിക്കാനുള്ളതാ. നിന്റെ വാഗൊണ്ട ആളുകളെ അനുഗ്രഹിക്കാനുള്ളതാ. നിന്റെ കണ്ണ് നന്മ കാണാനുള്ള. രാമിമറ, നിങ്ങളുടെ വീട് ദൈവത്തിന്റെ ദാനമാ. ഒരു ചോദ്യം കൂടെ. നിങ്ങളുടെ വീട്ടിൽ യേശു വരാറുണ്ടോ? ഉണ്ടോ? യേശു ഗസ്റ്റ് ആണോ? ആണോ? യേശു ഗസ്റ്റ് ആണോ? അതോ യേശു താമസക്കാരനാണോ? താമസക്കാരനാണ്. നിങ്ങൾ വിജയിച്ചു. കണ്ട് പറയാൻ പോവാ. പത്രോസിന്റെ വലയിലിപ്പം മീനില്ല. വലയിലിപ്പം പക്ഷെ പടകിലാരുണ്ട്? ഇത് മറക്കത്തില്ലല്ലോ. പടകിൽ യേശു ഉണ്ട്, വലയില് ഒന്നുമില്ല. അപ്പൊ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, എടാ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല്ലോ കിട്ടിയോ? ഒരു ദൂത, ഇത്രയും നാളും അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത നിനക്ക് ഒറ്റയടിക്ക് ദൈവം എല്ലാം തരാൻ പോവാ. കൈ ഒന്ന് ഉയർത്തി ഉറച്ചൊരാമയും പറ. ചില അധ്വാനങ്ങൾ ദൈവം നിന്റെ കൈ തരാൻ പോവാ. ഞാനിത് പറയാം, നിങ്ങൾ കേട്ടിട്ട്. ഇസ്രായേൽ മക്കൾ 400 വർഷം ഒരു രാജ്യത്ത് ജോലി ചെയ്തു. കാശുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് വസ്തുണ്ടോ? ഇല്ല. അടിമകളാണ്. ആരാണ്? അടിമകളാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോകും. അതിനു മുൻപ് എല്ലാ അയലോക്കത്തെ വീട്ടിലും ചെല്ലണം. എല്ലാ അയലോക്കത്തെ, മോളെ ഒന്ന് നോക്കിയോ, എല്ലാ അയലോക്കത്തെ വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയണം, ഞങ്ങൾ ഉത്സവത്തിന് പോവാ. എന്തുവാ? നിന്റെ അടിമ വീട്ടിൽ ഉത്സവം വരും. ഞങ്ങൾ എവിടെ പോവാ? ഉത്സവത്തിന് പോവാ. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഭരണം തരണം, സ്വർണ്ണാഭരണം തരണം. കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, പോകുമ്പം ചെമ്പ് വാങ്ങിക്കല്ല, ഇരുമ്പ് വാങ്ങിക്കല്ല. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. കൈപൊക്കി പറ, ചോദിച്ചൊക്കെ നിനക്ക് കിട്ടും. കൈ ഉയർത്തി ആമീൻ പറ. ഇവിടുന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ കിട്ടാൻ പോവാ. നീ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അതൊക്കെ ദൈവം നിനക്ക് തരാൻ പോവാ. കൈ ഉയർത്തി ഒരാമീൻ പറ. മക്കളുടെ നന്മകൾ ചോദിക്ക, വഴികൾ ചോദിക്ക. ചോദിച്ചതെല്ലാം ലഭിക്കാൻ പോവാ. ചോദിച്ചതെല്ലാം ദൈവം നിനക്ക് തരാൻ പോവാ. ഈ പറഞ്ഞപ്പോ കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങള് ഇരുമ്പും ചെമ്പും ഒന്നും ചോദിക്കുക, ഇതൊക്കെ കൊണ്ടുപോകാൻ പ്രയാസ. വെയിറ്റ് കൂടുതലാ. വെയിറ്റ് കൂടുതലാ. അത് കമ്പയർ ചെയ്യാൻ വേണേ ഒരു കാര്യം പറയാം. ഒരു വെള്ളിയാഭരണവും സ്വർണത്തിന്റെ ആഭരണവും തമ്മിൽ വിലയ്ക്ക് വ്യത്യാസമുണ്ടല്ലേ? ഭയങ്കര വ്യത്യാസമുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഈ മനുഷ്യന് സ്വർണത്തിന് എത്ത് കിടക്കുന്നേ. സ്വർണത്തിന് ഈ സ്വർഗത്തിലും ദൈവം അതാ വെച്ചേക്കുന്നേ. തങ്കമ്മയുടെ തെരുവീതിയല്ല,
പറവ തങ്ക തെരുവീതി, അങ്ങനല്ലയോ? എന്തുവാ എന്ന് വെച്ചാ നീ അവിടെ ചെന്ന നിന്റെ മുഖം കാണാം അവിടെ. ആ കൈ ഉയർത്തി പിടിച്ചൊരു ആമീൻ പറ. എനിക്ക് സത്യമായിട്ടും സ്വർഗത്തിൽ പോയിട്ട് തങ്കത്തെരുവീതി കണ്ടില്ലല്ലോ, യേശുവിനെ കാണണം. എൻ്റെ ആഗ്രഹം തെരുവീതി ഒന്നും കണ്ട, യേശുവിനെ കാണണം. ആരെ കാണണം? യേശുവിനെ. മോളെ ആ വാക്യം കൂടെ, ദൈവം അവർക്ക് മനസ്സലിഞ്ഞ് അവർക്ക് ഇത് കൊടുക്കാം. തങ്കത്തെരുവീതി വേണ്ട, അത് വായിച്ചാൽ മതി. പുറപ്പാട് ദിവസം വായിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. നിങ്ങളോട് ഞാനൊരു ദൂത് ഈ മാസത്തിന്റെ ആരംഭത്തിൽ പറയുക. ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നെല്ലാം ദൈവം തരാൻ പോവാ. നിങ്ങൾ ആ വാക്കൊന്ന് കൈയടിച്ചൊന്ന് സ്വീകരിച്ചേ. കർത്താവ് എന്നോട് പറയുക, നിങ്ങൾ ചോദിക്കുന്നത് ആരോഗ്യം ചോദിക്കണേ ചോദിച്ചോ, കുഞ്ഞിന്റെ സംസാരം ചോദിക്കണേ ചോദിച്ചോ, നിന്റെ ആരോഗ്യവും ബലവും ഒക്കെ ചോദിക്കണേ ചോദിച്ചോ, വിവാഹം ചോദിക്കണേ ചോദിച്ചോ, ആത്മിക നന്മ ചോദിക്കണേ ചോദിച്ചോ, ഭൗതിക നന്മ ചോദിക്കണേ ചോദിച്ചോ. നീ ചോദിക്കുന്നതെല്ലാം തരത്തക്ക പോലെ ചില ആളുകളുടെ അകത്ത് ദൈവം കൃപ തോന്നിക്കാൻ പോകുക. ചില അധികാരികളുടെ അകത്ത് ദൈവം കൃപ തോന്നിക്കാൻ പോകുക. ചില ആളുകളുടെ അകത്ത് ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം കൃപ തോന്നിക്കാൻ വേണ്ടി തുടങ്ങുക. നിനക്ക് വേണ്ടി മനസ്സലിവ് ദൈവം തോന്നിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ചോദിക്കുന്നത് കിട്ടും. ഉറച്ചൊരാമീൻ പറ. ചോദിക്കുന്നത് കിട്ടും. ഒന്നുകൂടെ, ചോദിക്കുന്നത് എന്ന് കിട്ടും. ഈ മാസം കിട്ടും. ഈ മാസം തീരുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ അത് വരും. ദൈവം കൃപ തോന്നിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ചോദിക്കണം? വെള്ളി ചോദിക്കണം, സ്വർണം ചോദിക്കണം, വെള്ളി ചോദിക്കണം. ഇനി ഇവരിങ്ങോട്ട് പോരുമ്പോഴേ ബൈബിൾ ഒരു വാക്ക് എഴുതി. എന്നാന്നറിയോ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ ബഹുസമ്പന്നന്മാരായിരുന്നു. എന്നാ നേരത്തെയോ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കിടന്ന ദാരിദ്ര്യക്ക് ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതി മാറി. കൈ കൊടുത്ത് പറ, ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതി മാറും. ശരി, അപ്പൊ നിങ്ങൾ റീസൺ എന്നോട് തിരക്കുക. റീസൺ പറയാം. യേശു ഇറങ്ങി. ഇവിടെ പത്രോസിന് സംഭവിച്ചു എത്രയേ ഉള്ളൂ? പടകിലൊന്നുമില്ല, വലയിലൊന്നുമില്ല. വലയിലെല്ലാം ഉണ്ടോ? മിസ്രൈമിൽ സംഭവിച്ചതാ. ഒറ്റ ദിവസം കൊണ്ട് അടിമ ഉടമയായി. ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമില്ലാതെ കിടന്നവൻ സമ്പന്നനായി മാറി. രാമീൻ പറയല്ലേ? നമുക്കൊക്കെ അങ്ങനെ സംഭവിച്ചുകൂടായോ? എടാ, അതേ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കാഞ്ഞിട്ടാ. രാമീൻ പറ. എൻ്റെ ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മികരായി മാറണം. ഒരു പാസ്റ്റർ ഭാര്യ, ചർച്ച് ഓഫ് ഗോഡിലൊരു സെൻട്രൽ പാസ്റ്റർ ഭാര്യ യോഗത്തിനിരിപ്പുണ്ട്. ഞാൻ ദൂത് പറയാനങ്ങോട്ട് കൈവച്ചപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, എന്തിനിരിക്കുമെന്നറിയോ? ഭർത്താവും മദ്യപാനിയാ. ഞാൻ ചോദിച്ചു, കർത്താവെ സെൻട്രൽ പാസ്റ്ററോ? കർത്താവ് എന്നോട് പറഞ്ഞു, സെൻട്രൽ പാസ്റ്റർ. രാമീൻ പറ. ഇവരെ ദൃക്സാക്ഷികളോടെ നിപ്പുണ്ട്. ഞാൻ മൈക്ക് മാറ്റി അങ്ങോട്ട് പറയുമ്പോ ആ സഹോദരി ആത്മവശ താഴെ വീണു. നിങ്ങൾക്ക് കേൾക്കണോ എന്നാ സംഭവിച്ചത്? ആ മനുഷ്യൻ എന്നെ ഫേസ് ചെയ്യാത്ത എന്നാന്നറിയോ? അങ്ങേര് പറഞ്ഞു, ബിനുവാട് മുട്ടത്തിന്റെ അടുത്ത് പോയാ അങ്ങേര് പൊക്കും. അങ്ങേർക്കും മനസ്സിലാവും. പലരും എൻ്റെ അടുത്ത് വരാത്ത ഇത് മേടിച്ച ചേട്ടാ വിഷമിക്കണ്ട. ഇതൊന്നും ഞാൻ ആ കേസ് പബ്ലിക്കായിട്ട് പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. അതൊഴിച്ചു ബാക്കി മുഴുവൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇത് കാതിലും പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടയാണല്ലോ, ഓർത്തഡോക്സുകാരി. അമ്മച്ചി എന്നോട് എൻ്റെ കവിളിൽ ഉമ്മ തന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, പൊന്നുമോനെ, ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയുള്ള അഭിഷക്തന്മാർ ഉയരണമെന്നാ പ്രാർത്ഥിച്ചേ. നിങ്ങൾ കൈയൊന്ന് ഉയർത്തിയ രാമീൻ പറ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയും ബാക്കിയൂടെ പറയാം. ആ കുഞ്ഞുങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആരാധിക്കുക. ഒരു വാക്കൂടെ പറയുന്നു, പത്രോസിന്റെ വലയിൽ മീനില്ല. ഉണ്ടോ? ഇല്ല, ഒരു മീൻ പോലും ഇല്ല. ഒരു മീൻ പോലും പത്രോസിന്റെ. പക്ഷെ പടകിൽ ആര് കയറി? യേശു കയറി. അപ്പൊ കർത്താവ് ചോദിച്ചു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല്ലോ കിട്ടിയോ? അതിന് ശീമോൻ, ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല.
എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അടുത്ത വാക്ക്, അവർ അങ്ങനെ ചെയ്തപ്പോൾ ഇന്ന് രാവിലെ ഒരു ദൂത് ഈ മാസം നമ്മൾ ചില ചെയ്യാൻ പോവാ. ഒരാമീൻ പറ. ഈ മാസം നമ്മൾ ചില ചെയ്യാൻ പോവാ. ഇതുവരെ ചെയ്തതുപോലല്ല. പ്രാർത്ഥന കൂട്ടാൻ പോവാ, ആരാധന കൂട്ടാൻ പോവാ, അഭിഷേകം കൂട്ടാൻ പോവാ, അന്യഭാഷ പറച്ചിൽ കൂട്ടാൻ പോവാ. അത് നിന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമായി വരാൻ പോവാ. അതൊരു ദൈവ പ്രവൃത്തിയായി മാറാൻ പോകയാ. കരമൊന്നടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലത്തെ ആരാധനയിൽ നിന്റെ പടകിനകത്ത് ദൈവത്തിന്റെ അത്ഭുതമുണ്ടാകാൻ പോയാ. നിങ്ങളുടെ വലയിൽ മീനില്ലെങ്കിലും പടകിൽ യേശുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പടക് നിറയും, നിങ്ങളുടെ കുടുംബം നിറയും, നിങ്ങളുടെ തലമുറ നിറയും, നിങ്ങളുടെ വീട് നിറയും. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കും. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം. ഒരിക്കൽ കൂടി അത് മുട്ടോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരാ. ഒരിക്കൽ കൂടി അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീട്ടിട്ടല്ലാതെ കടപ്പാകരുതേ, നീന്തിട്ടല്ലാതെ കടപ്പാകരുതേ. അളവില്ലാതെ അളവില്ലാതെ പകൽ അളവില്ലാതെ 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 നിറയണമേ, അളവില്ലാതെ നിറയണമേ. അളവില്ലാതെ ചെന്ന് പണം അളവില്ലാതെ അളവില്ലാതെ കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കർത്താവേ മുട്ടോളം പോരാ, ഞങ്ങൾക്ക് അരയോളം പോലെ ഞങ്ങൾക്ക് നീട്ടിട്ടല്ലാതെ വലിയ ദൈവ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ. അളവുകളില്ലാതെ പരിധികളില്ലാതെ ഇന്ന് പകൽ ആ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ ആഗ്രഹിക്കുന്നവർ. അളവില്ലാതെ അടുത്തന്നെ അറിഞ്ഞിടാ, അടുത്തന്നെ അറിഞ്ഞിടാ, ആരുമെനിക്കില്ലേ അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആശ്രയം വെച്ചിടാൻ, ആശ്രയം വെച്ചിടാൻ ആരുമെനിക്കില്ലേ അവിടുത്തെ സാന്നിധ്യം അല്ലാതെ. അതനുഭവിച്ചവർ ചേർന്ന് പാടി, അടുത്തന്നെ അറിഞ്ഞിടാൻ ആരുമെനിക്കില്ലേ അവിടുത്തെ സാന്നിധ്യം അല്ലാതെ. ആശ്രയം വെച്ചിടുവാൻ, ആശ്രയം വെച്ചിടാൻ ആരുമില്ലേ അവിടുത്തെ സാന്നിധ്യം അല്ലാതെ. അതുകൊണ്ട് ഉറപ്പടെ പറയാമോ, അകന്നൊന്നും മാറരുതേ, അകന്നു മാറരുതേ, അടുത്തെന്നു വേണമേ, ആത്മാവിൽ നല്ല സഹി. അകന്നു മാറരുതേ അപ്പാ, അകന്നു മാറരുതേ, അടുത്തെന്നു വേണമേ, ആത്മാവിൽ നല്ല സഹി. അതുകൊണ്ട് കരങ്ങളെ ഉയർത്തി പണം അളവില്ലാതെ അളവില്ലാതെ ആമേൻ, അളവില്ലാതെ 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 നിറയണമേ. ഓ അളവില്ലാതെ നിറയണമേ. ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി പാടാമോ, അളവില്ലാതെ 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 അളവില്ല. ഇന്ന് പകൽ അളവില്ലാതെ നിറയ്ക്കണമേ.
അളവില്ലാതെ നിറയണമേ, ഓ അളവില്ലാതെ നിറയണമേ. അതുകൊണ്ട് പണവ് പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, എന്റെ പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെ ഇന്ന് പകൽ കർത്താവ് അളവില്ലാതെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി നിറയണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ആത്മാവേ, ശബ്ദമുയർത്തി പാടാമോ? പരിശുദ്ധ ആത്മാവേ, അതില്ലാതെ നിറയണം. പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരാ. മുട്ടോളം പോരേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം. ഒരിക്കൽ കൂടി അത് മുട്ടോളം പോരായെന്ന് അനുഭവിക്കുന്നവർ അത് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരാ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാകരുതേ,